ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകുന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വെളിയിൽ മാറിങ്ങനെ ഇരിക്കുകയാണ്. കല്യാണത്തിന് പോകുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. പെരുന്നാളിന് മൈലാഞ്ചി ഇടാൻ പറ്റാത്ത സങ്കടം ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി രാത്രി അൽഹൂനെ ഉറക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ലപോലെ ചുമന്നിട്ടില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നല്ല അരിപ്പത്തിരിയും പിന്നെ മുട്ടക്കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ കസിൻ്റെ കല്യാണമാണ്. എൻ്റെ ഉമ്മയുടെ ചേട്ടത്തിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അവരുടെ വീട് വരുന്നത് കായംകുളത്താണ്. കായംകുളത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. കല്യാണത്തിന് പോകാൻ വേണ്ടി ഉമ്മി വരുന്നില്ല, ഞാനും കസിനൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി അടുത്തൊരു വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടാണ്. അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അവൻ്റെ വാതിക്ക് ഇന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. കല്യാണത്തിന് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പോയി എടുത്തതാണ്. എൻ്റെ ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും 2-3 പേര് എൻ്റെ അടുത്ത് ഉടുപ്പ് കൊള്ളാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അൽഹൂനെയും റൈഹൂനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി. ഇന്നലെ ഇട്ട മൈലാഞ്ചിൻ്റെ ഇതാണ് എൻ്റെ ഫോണിൻ്റെ ബാക്ക് കവറിനകത്ത് മൊത്തം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ കണ്ണെഴുതുന്നതും പിന്നെ ഇത്രയും വലിയ കമ്മലിടുന്നതും. കല്യാണമൊക്കെ അല്ലേ, കുറച്ച് ആഡംബരം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാനും ഇത്തിമാരൊക്കെ ആയിട്ടാണ് ബസ്സിന് പോകാൻ വേണ്ടിയാണ് നിന്നത്. അപ്പം പെരുന്നാളിൻ്റെ പരിപാടി നമുക്ക് ഇന്നാണ് നടത്തുന്നത്. അപ്പോൾ പടിഞ്ഞാറ് അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ മൂത്താപ്പായും കൂടെ ഒരു വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു പിള്ളേരുമായിട്ട്. പിന്നെ എൻ്റെ ഇറ്റിയും ഇക്കായും കൂടെ വേറൊരു വണ്ടിയിലും പോയിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിൽ അൽഹൂനെ കയറ്റി വിടാൻ നോക്കിയിട്ട് അവൻ സമ്മതിച്ചില്ല. അവനെയും കൊണ്ട് ഞങ്ങൾ ബസ്സിൽ പോയി. ബസ്സിൽ കയറാൻ നേരം ഭയങ്കര ബഹളമായിരിക്കും, അതുകൊണ്ട് അതിൻ്റെ ടെൻഷനിലായിരുന്നു. പക്ഷെ ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാനും എൻ്റെ 2 കസിനും പിന്നെ അവരുടെ 2 പിള്ളേരും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ബസ്സിന് പോയത്. ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലവും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ വേറെ സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആണെങ്കിൽ ഒരു ഓട്ടോയും ഇല്ല, ഒരു ബസ്സും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ ആപ്പാട് പെട്ടുപോയി, വഴി അറിയാൻ വയ്യാതെ തെക്കോട്ടും വടക്കോട്ടും നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഐശുവിൻ്റെ ചെരുപ്പും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ ഇരുന്നപ്പോൾ തന്നെ അവളുടെ ചെരുപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ മൊത്തം ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെരുപ്പ് അവിടെ വലിച്ചെറിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വണ്ടിയും കൊണ്ട് വന്ന് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കല്യാണമൊക്കെ കഴിയാറായപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ട്. കസിൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചെല്ലുന്നത് ഞങ്ങളായിരിക്കും. അത് ചെന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് കല്യാണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പെണ്ണും ചെറുക്കനും ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാമെന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കും അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. പിന്നെ വിശന്ന് കറങ്ങി വെക്കുന്നതുകൊണ്ട് പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞ് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി എപ്പോഴും കിട്ടുന്നതുകൊണ്ട് സദ്യ കഴിക്കാനൊക്കെയുള്ള പ്ലാനിലായിരുന്നു ചെന്നത്. ബിരിയാണി ഇട്ടത് എൻ്റെ മടിയിലോട്ടായിരുന്നേ. എൻ്റെ ഉടുപ്പിൽ മൊത്തമായിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടും ആ വിളമ്പുന്ന ആളൊരു സോറി പോലും പറയാതെ അനങ്ങാതെ അങ്ങ് പോയി കളഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞ ആൾക്കാരെല്ലാം ഒരുവിധം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ കുറച്ച് താമസിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ചധികം താമസിച്ചു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഒരു 1:45-2 മണി അടുത്തായിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഡ്രിങ്കും പിന്നെ നമുക്ക് ഐസ്ക്രീമും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കസിനും എല്ലാവരുമായിട്ട് ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആകുമ്പോഴത്തേക്കിനാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുകൂടാൻ പറ്റുന്നത്. അൽഹു ആണെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അപ്പുറത്ത് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടായിരുന്നു. അതിനകത്ത് കയറ്റി അവനെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. അതാണെങ്കിൽ ഇഴുകുന്നില്ലായിരുന്നു, അത് അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അവനെ വലിച്ച് അതിൻ്റെ ഇടക്കൂടെയൊക്കെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ കസിനും എല്ലാവരുമായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും എൻ്റെ ഇത്തിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഞങ്ങളുടെ 2 കസിനും കൂടി ആയിരുന്നു വന്നത്. അതിൽ അവളും പോയിട്ടുണ്ടായിരുന്നു. അവർ കൊല്ലത്താണ് താമസിക്കുന്നത്. അവരവിടെയും പോയി. ഒരാൾ മയ്യത്തിൻകര, അവരവിടെയും പോയി. പിന്നെ ഞാനും ഈ ഒരുത്തിയും കൂടിയാണ് വന്നത്. എൻ്റെ കസിൻ്റെ മോളാണ് ഗീസ്. അവളുമായിട്ട് കുറച്ച് നേരം കളിച്ച് പിന്നെ ബിരിയാണി ഹാങ് ഓവർ മാറ്റാൻ കുറച്ച് സ്പ്രൈറ്റും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും പെണ്ണും ചെറുക്കനും പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ പെണ്ണിൻ്റെ ചേട്ടത്തിയും അവരുടെ ബ്രദറും വാപ്പായും ഉമ്മായും ഒക്കെ അതിൻ്റെതായ ചടങ്ങുകളെല്ലാം കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പെണ്ണും ചെറുക്കനും പോയിട്ടുണ്ടായിരുന്നു. ആണെങ്കിൽ അവിടെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം മുത്താപ്പ ആണെങ്കിൽ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ട് അവനെ നടന്നിട്ടുണ്ടായിരുന്നു. അവനെ വിളിച്ചിട്ടാണ് അവൻ വരുന്നില്ല, അവരുമായിട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനൊക്കെ പോയപ്പോൾ അവർ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അൽഹുവാണ് അവരുടെ കൂടെ തന്നെ കയറിയിരിക്കുന്നത്. ഞാൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ലായിരുന്നു. അങ്ങനെ അവനെയും കൂടെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പകുതി വെച്ച് പിന്നെ അവൻ അവിടെ കിടന്ന് ബഹളമായിട്ട് പിന്നെ ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നേരെ വന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടാണ്.
പോയതാണ്. പിന്നെ നമ്മൾ അവിടുന്ന് പെണ്ണുവിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. അങ്ങനെ നമ്മൾ അവിടെ വന്ന് എൻ്റെ കമ്മലൊക്കെ ഊരി വെച്ചപ്പോൾ തന്നെ കുറച്ച് സമാധാനമായി. അങ്ങനെ കുറച്ച് ചായയൊക്കെ കുടിച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി. പിന്നെ നമ്മൾ ഊരി വെച്ച കമ്മൽ പിന്നെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെണ്ണ് വിളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഇവിടുന്ന് കുറച്ചടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം അവർ കാറിലാണ് വന്നത്. അപ്പം ഞാനും ഇത്തിയും മാത്രം ഉള്ളത് കൊണ്ട് തന്നെ അവരുമായിട്ട് തിരിച്ച് കാറിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ച് നിർത്തിയതാണ്. പിന്നെ നമ്മളൊരു 5 മണി 6:30 ആയപ്പോൾ പെണ്ണിനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചിക്കനും ഒക്കെ ആയിരുന്നു. ആദ്യമായിട്ട് അൽഹൂനെ ഒറ്റയ്ക്ക് കസേര ഇരുത്തി, അവനെ വെറുതെ ഫോണും കൊടുത്ത് ഇരുത്തിയതാണ്. പക്ഷെ അവരും കൊണ്ട് എനിക്ക് പാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പൊറോട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ കഴിക്കത്തൊന്നുമില്ല, കുറച്ചൊക്കെ എനിക്ക് വെച്ച് കൊടുത്ത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടി. നമ്മൾ വീട്ടിൽ പോയി. നമുക്ക് ഇന്ന് പെരുന്നാളിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.